രാഷ്ട്രീയപരമായും ഭരണപരമായും മുൾമുനയിൽ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത്. ഇവിടെ ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയന് അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്തെഴുതുകയും ചെയ്തിരുന്നു. വന്യജീവി പ്രശ്നം മൂലം തന്റെ നാട്ടിലെ ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിലാണ് ഒരു പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് ജോസ് കെ മാണി കടുംപിടുത്തം പിടിക്കുന്നത്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDFന്റെ നട്ടല്ലായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം. പിന്നീട് ജോസ് കെ മാണി നേതൃത്വവുമായി ഉടക്കിപ്പിരിഞ്ഞ് നേരെ CPMന് കൈകൊടുത്താണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു തുടർഭരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ KPCC പ്രസിഡന്റ് വന്നപ്പോൾ ജോസ് കെ മാണിയുമായി കൊമ്പ് കോർത്തവരൊന്നും അധികമില്ല. പോരാത്തതിന് മലയോര ക്രൈസ്തവ വിഭാഗത്തിന്റെ മുഖമായ സണ്ണി ജോസഫ് കൂടി KPCC പ്രസിഡന്റ് ആയതോടെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. ഒപ്പം അടൂർ പ്രകാശ് എന്ന UDF കൺവീനർ കാര്യമായി തന്നെ UDFന്റെ വാതിൽ തുറന്നെടുക്കുക കൂടി ചെയ്തതോടെ LDF ഹാപ്പിയാണ് എന്ന് പറഞ്ഞ ജോസ് കെ മാണിക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായി എന്ന് തന്നെ പറയാം. അതിനിടയിലാണ് കോട്ടയത്തെ കെട്ടിടം പൊളിഞ്ഞ് ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ട് ആ കുടുംബം അനാഥമായി പോയത് കൂടിയായപ്പോൾ ഈ സർക്കാരിന്റെ പിടിപ്പുകേടിൽ ജോസ് കെ മാണിക്കും അല്പം നീരസമുണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്തായാലും മിഷൻ 2026ലേക്ക് CPMന് ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള പിണറായി ജോസ് കെ മാണിയുമായി ഇടയാതിരിക്കാൻ സൂക്ഷിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും മുതിർന്ന നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് വരെ കടുത്ത നിർദ്ദേശം നൽകുകയാണിപ്പോൾ. അതായത് ഒരു കാരണവശാലും ജോസ് കെ മാണി പോകാതെ നോക്കണമെന്നാണ് പാർട്ടിയുടെ കടുത്ത തീരുമാനം. കേരള കോൺഗ്രസിനെ പിണക്കാനില്ലെന്ന സൂചനയാണ് CPM നൽകുന്നത്. പ്രാദേശിക തലത്തിൽ കേരള കോൺഗ്രസ് M കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് ഇത്തരത്തിൽ നിർദ്ദേശത്തിന് കാരണം. ഇത്തരത്തിൽ മുതിർന്ന കേരള കോൺഗ്രസ് M നേതാക്കൾ പ്രസ്താവനകൾ നടത്തിയിരുന്നു. CPMനോടും ഇടത് ഭരണത്തോടും അതൃപ്തിയുള്ള സഭാ നേതാക്കളുടെ നിരന്തര സ്വാധീനത്താൽ അണികളിലേക്കും അത് വന്നിട്ടുണ്ട് എന്ന് കേരള കോൺഗ്രസ് M വിലയിരുത്തുന്നു. ഇതിനെ മറികടക്കാൻ കൂടുതൽ സീറ്റ് മാത്രമാണ് പോംവഴി എന്ന് കേരള കോൺഗ്രസ് M കണക്കാക്കുന്നു. ഇടതുമുന്നണിയിൽ തങ്ങൾ സന്തുഷ്ടരാണെന്നും മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും ജോസ് കെ മാണി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി അണികളിൽ ഒരു വിഭാഗത്തിന് ഇടതുമുന്നണിയിൽ തുടരുന്നതിനോട് യോജിപ്പില്ല. CPM CPI പാർട്ടികൾ പ്രാദേശിക തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇതുകൂടി കണക്കിലെടുത്താണ് കേരള കോൺഗ്രസ് Mനെ പിണക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന സന്ദേശം CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മുമ്പ് UDFലായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് മാണി എന്ന നിലയിൽ പിളർന്നപ്പോൾ മാണി വിഭാഗത്തോട് കോൺഗ്രസ് കാട്ടിയ അതൃപ്തിയും അകൽച്ചയുമാണ് പിന്നീട് അവർക്ക് തിരിച്ചടിയായതെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാണി പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന തരത്തിൽ പ്രകോപനം നടത്തിയ നേതാക്കൾ തന്നെ ഇപ്പോൾ അവരുടെ പിന്നാലെ ചെല്ലുന്ന സാഹചര്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്.